22-ാം തീയതി മുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള യജ്ഞം ആരംഭിക്കും. 26-ാം തീയതി കൂടി ഉണ്ട്. യജ്ഞത്തോടൊപ്പം മറ്റ് പല പരിപാടികളും ചേർത്ത്, അതായത് ഭജനകൾ, സത്സംഗങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, സന്യാസിമാരുടെ ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ, വ്യത്യസ്തങ്ങളായ സമ്മേളനങ്ങൾ, മാതൃസമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം, അതുപോലെ ഹിന്ദു സമ്മേളനം തുടങ്ങി വ്യത്യസ്ത സമ്മേളനങ്ങളും എല്ലാം ചേർത്ത് വളരെ വിപുലമായ രീതിയിൽ വയനാട് ജില്ലയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു വലിയ കാര്യക്രമമാണ് വാസ്തവത്തിൽ ഈ ഗായത്രി മഹായാഗം എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരെയും ഗായത്രി മഹായാഗത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവട്ടെ. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളെ രജിസ്ട്രേഷൻ ചെയ്ത് യജ്ഞത്തിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും പരിശ്രമം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്.